നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ താനൂർ മണ്ഡലത്തിൽ നടത്തുന്ന ജാഥ ജനം ഏറ്റെടുത്തതിന് തെളിവാണ് CPM മറ്റൊരു ജാഥ പ്രഖ്യാപിച്ചതിലൂടെ മനസ്സിലാക്കുന്നതെന്ന് മണ്ഡലം മുസ്ലിം ലീഗ് അധ്യക്ഷൻ കെ മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ഒഴൂരിലെ ലീഗ് ഓഫീസ് കത്തിച്ചത് ഒരു നിസ്സാര സംഭവമല്ലെന്നും പ്രതികളെ എല്ലാ നിലക്കും സംരക്ഷിക്കുകയാണ് CPM നേതൃത്വം ചെയ്തതെന്നും മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. താനൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തുന്ന ജാഥ ജനം ഏറ്റെടുത്തതിന് തെളിവാണ് CPM മറ്റൊരു ജാഥ പ്രഖ്യാപിച്ചതിലൂടെ മനസ്സിലാക്കുന്നതെന്ന് ജാഥ ക്യാപ്റ്റനും മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റുമായ കെ മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. നമ്മൾ ഈ ജാഥ 4 ദിവസം എന്ന് പറഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞു. താനൂർ കഴിഞ്ഞു, താനാളൂർ കഴിഞ്ഞു, നറമരുതൂർ കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലെയാണ് പുതിയ ഒരു അനൗൺസ്മെൻറ്റ് CPMൻ്റെ ഭാഗത്ത് കാണുന്നത്. പറയാം, എല്ലാ മണ്ഡലങ്ങളിലും വികസന മുന്നേറ്റ ജാഥ എന്ന് പറഞ്ഞുകൊണ്ട് CPM നടത്തിയിരുന്നു. ഈ മണ്ഡലത്തിലും അങ്ങനെ ഒരു ജാഥ പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ പഞ്ചായത്തുകളും നടന്നോ എന്നുള്ളത് ചോദിച്ചാൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. സത്യത്തിൽ അതാത് മണ്ഡലത്തിലെ ക്യാപ്റ്റൻ അതാത് മണ്ഡലങ്ങളിലെ MLA ആണ്. താനൂർ മണ്ഡലത്തിലെ ക്യാപ്റ്റനായ മന്ത്രി പല സ്ഥലങ്ങളിലും ഈ പരിപാടിക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പുതുതായിട്ടൊരു ജാഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ജാഥ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാകുന്നത് ഈ ജാഥ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രഖ്യാപിച്ച ഈ ജാഥ ജനങ്ങൾ സ്വീകരിച്ചു എന്നും അതിനെതിരെ ഒരു ജാഥ സംഘടിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് CPM എത്തിയിരിക്കുകയാണ്. നഷ്ടപ്പെട്ട 10 വർഷങ്ങളെ വീണ്ടെടുക്കാൻ എന്ന പ്രമേയമായാണ് മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ജനകീയ വിചാരണ യാത്ര നടത്തുന്നത്. ജാഥയ്ക്ക് പഞ്ചായത്തുകളിൽ വലിയ സ്വീകരണമാണ് ലഭിച്ചതെന്നും മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ഇവരിത്ര 10 കൊല്ലം ഭരിച്ചിട്ടും അവരുടെ ഒരു മന്ത്രിയുള്ളൊരു മണ്ഡലത്തിൽ, അവരുടെ ജില്ലാ സെക്രട്ടേറിയറ്റുള്ള മെമ്പറുള്ള ഒരു മണ്ഡലത്തിൽ താനൂരിലെ പോലീസ് ലീഗിൻ്റെ ഇംഗിതത്തിനാണ് ഇവിടെ പോലീസ് സ്റ്റേഷൻ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരെ അണികളോടാണ് മറുപടി വരേണ്ടത്, നമ്മളോടല്ല. ഞങ്ങൾ ഈ ജാഥ നടത്തുന്നത് തന്നെ അവർക്ക് വേണ്ടിയിട്ടാണ്. ഭരണം മാറണം, MLA മാറണം, CPMൻ്റെ നേതൃത്വവും മാറണം. ഈ കുറ്റവിചാരണ ജാഥ ഞങ്ങൾ ഇന്നലെ മുതൽ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ബാക്കിയുള്ള ഇന്ന് മുതൽ 3 ദിവസം അതുകൂടി CPMനും DYFI അഭിലാഷിനൊക്കെ വേണ്ടിയിട്ടാണ് കുറ്റവിചാരണ ജാഥ ഞങ്ങൾ ഇന്നലെ മുതൽ നടത്തുന്നത്. മറ്റൊരു കാര്യം, ഞങ്ങളുടെ സമാപനം ചെറിയമൂണ് 15-ാം തീയതി മലക്കടത്തൂർ വെച്ച് സമാപന സമ്മേളനം മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഒഴൂർ അയ്യായിലെ മുസ്ലിം ലീഗ് ഓഫീസ് കത്തിച്ചത് നിസ്സാര സംഭവമല്ല. എത്രയും വേഗം പ്രതികളെ പിടികൂടാൻ കഴിയുമായിരുന്നിട്ടും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ചതെന്നും മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു.